വേദവിചാരം എന്ന ഈ പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹിതയാകുന്ന സ്വർഗീയപിതാവാം ദൈവമേ, ഒരിക്കൽ കൂടി തിരുവചനത്തെ ധ്യാനിപ്പാൻ തക്കവണ്ണം ഈ പ്രോഗ്രാമിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ശ്രവിക്കുന്ന വചനം ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ അങ്ങോട്ട് ചേർന്ന് വിശുദ്ധിയിൽ വളരുവാൻ തക്കവണ്ണം അങ്ങ് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഈ വചനം കേൾക്കുവാൻ അവരുടെ കാതുകളെയും സ്വീകരിപ്പാൻ അവരുടെ ഹൃദയങ്ങളെയും ഒരുക്കി നല്ല നിലത്ത് വീണ വിത്ത് പോലെ നൂറുമേനി ഫലം പുറപ്പെടുവിപ്പാൻ തക്കണം കൃപ ചെയ്യണമേ. ബലഹീന നടിയനെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങ് നൽകിയിരിക്കുന്ന കൃപയിൽ നിന്ന് വചനം ഘോഷിപ്പാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് നടിയനെ നയിച്ച് നിന്റെ നാമം മഹത്വപ്പെടുവാൻ ഈ ശുശ്രൂഷയിലൂടെ സഹായിക്കണമെന്ന് യേശുവിനകത്ത് ഉപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 15-ാമത്തെ തിരുവചനം. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് ലൂക്ക് ചാപ്റ്റർ 12 വേഴ്സ് 15. പിന്നെ അവരോട്, സകല ദ്രവ്യാഗ്രഹത്തിനുമെതിരെ ജാഗ്രതയുള്ളവരായിരിക്കുവിൻ. ഒരുവൻ്റെ ധനസമൃദ്ധിയല്ല അവൻ്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ സഹോദരങ്ങളെ, കർത്താവിൻ്റെ പരസ്യ പ്രവർത്തന കാലത്ത് അനേകർ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നതായിട്ട് നാം തിരുവചനത്തിലൂടെ കാണുന്നുണ്ട്. പലവിധ പ്രയാസങ്ങളും ആവശ്യങ്ങളൊക്കെയുമായിട്ടാണ് അനേകർ കർത്താവിൻ്റെ സന്നിധി കടന്നു വരുന്നത്. അതിൽ നല്ല ശതമാനവും ആളുകൾ അവരുടെ ലൗകിക ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു കടന്നു വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രോഗികളായിട്ടുള്ളവർ, കുഞ്ഞുങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഇതാകുന്ന പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർ, അങ്ങനെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവരുടെ ലൗകിക ആവശ്യങ്ങൾ സാധിക്കാനായിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന അനേകരെ നാം കാണുകയും അവർക്ക് വേണ്ടിയൊക്കെയും കർത്താവ് പ്രാർത്ഥിച്ച് അവരുടെ ആവശ്യങ്ങൾ നേടി കൊടുക്കുകയും ചെയ്യുന്നതൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ നാം വായിച്ച തിരുവചനത്തിൽ അതിൻ്റെ 13-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 13-ാമത്തെ തിരുവചനം. ജനക്കൂട്ടത്തിൽ ഒരുവൻ അവനോട്, ഗുരു, ഞാനുമായി അവകാശം പങ്കുവയ്ക്കുവാൻ എൻ്റെ സഹോദരനോട് കൽപ്പിച്ചാലുമെന്ന് പറഞ്ഞു. ഇവിടെയും അങ്ങനെ ലൗകിക ആവശ്യത്തിന് വേണ്ടി കടന്നു വന്ന ഒരു വ്യക്തിയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഞാനുമായി എൻ്റെ സഹോദരന് സ്വത്ത് പങ്കിടുവാൻ, അവകാശം പങ്കുവയ്ക്കുവാൻ സഹോദരനോട് കൽപ്പിച്ചാലും. അപ്പോൾ ന്യായമായി ഒരുപക്ഷെ അദ്ദേഹത്തിന് ലഭിക്കേണ്ട ഓഹരിയാകാം, അത് സഹോദരൻ കൊടുക്കാത്ത കാരണത്താലാകാം ഒരുപക്ഷെ കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ കടന്നു വന്ന് ഈ ആവശ്യം ഉന്നയിക്കുന്നത്. മാതാപിതാക്കളുടെ സ്വത്തുക്കൾക്ക് അന്നും ഇന്നും മക്കൾക്ക് അവകാശമുണ്ട്. അത് മക്കൾക്ക് ലഭിക്കേണ്ടതുമാണ്. അങ്ങനെ ലഭിക്കേണ്ട വീതം ലഭിക്കാത്ത ഒരു പശ്ചാത്തലം ആയിരിക്കണം ഈ വ്യക്തി കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് സഹോദരനെ ഉപദേശിക്കുവാൻ തക്കവണ്ണം ആവശ്യപ്പെടുന്നത്. അതിന് കർത്താവ് നൽകുന്ന മറുപടിയാണ് നാം വായിച്ചത്. 14-ാം വാക്യവും 15-ാം വാക്യത്തിലും നമുക്ക് കാണുവാൻ കഴിയും. 14-ാം വാക്യത്തിൽ, അവനോട് അവൻ, മനുഷ്യ, എന്നെ നിങ്ങൾക്ക് ന്യായാധിപനും മധ്യസ്ഥനുമാക്കിയത് ആര് എന്ന് ചോദിച്ചു. സാധാരണഗതിയിൽ അന്നത്തെ കാലയളവിൽ ഇപ്രകാരമുള്ള തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ മധ്യസ്ഥന്മാർ അല്ലെങ്കിൽ ന്യായാധിപന്മാരാണ് അവർക്ക് വേണ്ടി അതിനൊരു പരിഹാരം കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കർത്താവ് പറയുകയാണ്, എന്നെ നിങ്ങൾക്ക് ന്യായാധിപനും മധ്യസ്ഥനുമാക്കിയതാര്? അപ്പോൾ ആ ഒരു ദൗത്യം എന്നെ ഏൽപ്പിക്കുവാൻ അല്ലെങ്കിൽ എന്നോട് പറയുവാൻ ആക്കിയതാരാണെന്ന് കർത്താവ് ചോദിക്കും. എന്നിട്ട് പറയുകയാണ്, പിന്നെ അവരോട്, സകല ദ്രവ്യാഗ്രഹത്തിനുമെതിരെ ജാഗ്രതയുള്ളവരായിരിക്കുവിൻ. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു വാക്ക് ജാഗ്രതയുള്ളവരായിരിക്കുവിൻ. പലപ്പോഴും ഇത് ഈ വാക്കിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ അഗാധത
എത്രയധികം ഉണ്ടെന്ന് നാം പലപ്പോഴും ചിന്തിക്കാറില്ല. ദൈവത്തിൻ്റെ വചനം നാം വായിച്ചു കടന്നു പോകുമ്പോൾ കർത്താവ് ഇത് പറയുമ്പോൾ നാം മനസ്സിലാക്കുക, ദ്രവ്യാഗ്രഹം ആരാണ് ഒരു മനുഷ്യന് നൽകുന്നത്? ദ്രവ്യാഗ്രഹം എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൻ്റേതാകുന്ന സമ്പത്ത്, ലോകത്തിൻ്റേതാകുന്ന ധനം, ലോകത്തിൻ്റേതാകുന്ന എന്തെങ്കിലും അത് പ്രാപിക്കുവാനുള്ള ആഗ്രഹം. അതായത് ജീവിതത്തിൽ വേണ്ടതൊക്കെയും ഉണ്ടായിട്ടും ഒരുപക്ഷെ കൂടുതലായി ഈ ലോകത്തിൽ നിന്ന് പലതും നേടുവാനുള്ള പരിശ്രമം. അതിനെയാണ് കർത്താവ് ഇവിടെ പറയുന്നത്, അങ്ങനെയുള്ള സകല ദ്രവ്യാഗ്രഹത്തിനുമെതിരെ ജാഗ്രതയുള്ളവരായിരിക്കുവിൻ. എന്നിട്ട് പറയുകയാണ്, ഒരുവൻ്റെ ധനസമൃദ്ധിയല്ല അവൻ്റെ ജീവന് ആധാരമായിട്ടുള്ളത്. നാം ഈ വാക്ക് വായിക്കുമ്പോൾ പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൽ 8-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, സമചിത്തരായിരിക്കുവിൻ, ജാഗരൂകരായിരിക്കുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങണം എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ഇവിടെ പത്രോസ്ലീഹ പറയുകയാണ്, സമചിത്തരായിരിക്കുവിൻ, ജാഗരൂകരായിരിക്കുവിൻ, ബി വിജിലൻറ്റ്. അങ്ങനെ അപ്രകാരമുള്ളൊരു പദമാണ് കർത്താവ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ അനുദിന ജീവിതയാത്രയിൽ നാം എത്രത്തോളം ജാഗ്രതയുള്ളവരായിരിക്കണം എന്നതിനെക്കുറിച്ച് കർത്താവ് നമ്മെ പ്രബോധിപ്പിക്കുന്ന തിരുവചനമാണ് നാം ഇവിടെ കാണുന്നത്. നമുക്കറിയാം, ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ നമുക്ക് അനേക കാര്യങ്ങൾ ആവശ്യമുണ്ട്. ആരോഗ്യമുണ്ടാകണം, പണമുണ്ടാകണം, ജോലി ഉണ്ടാകണം, ഭവനമുണ്ടാകണം, വാഹനമുണ്ടാകണം. ഇതെല്ലാം ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ആവശ്യമാണ്. എന്നാൽ ഒരു വ്യക്തി ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അത് പരമപ്രധാനമായ ലക്ഷ്യമാക്കിക്കൊണ്ട് അവൻ ജീവിക്കരുതെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. എന്തെന്നാൽ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ജീവിക്കുവാൻ ആവശ്യമാകുന്ന കാര്യമാണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടിയല്ല നാം ജീവിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ജോലി ആയിരുന്നാലും നാം ബിസിനസ്സായിരുന്നാലും അതൊക്കെയും പണം സമ്പാദിക്കുന്ന എന്തിനു വേണ്ടിയാണ്? ഈ ലോകത്ത് നമുക്ക് ജീവിക്കുവാൻ. അതിനപ്പുറമായി അത് പരമപ്രധാന ലക്ഷ്യമാക്കിക്കൊണ്ട് നാം ജീവിക്കരുതെന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, സകല ദ്രവ്യാഗ്രഹത്തിനുമെതിരെ ജാഗ്രതയുള്ളവരായിരിക്കുവിൻ. ഒരുവൻ്റെ ധനസമൃദ്ധിയല്ല അവൻ്റെ ജീവന് ആധാരമായിട്ടുള്ളത്. ഈ ലോകത്ത് നാം വളരെയധികം പണം ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ വളരെയധികം വസ്തുക്കൾ സമ്പാദിച്ചാൽ അത് ലോകപ്രകാരം ഒരുപക്ഷെ മറ്റുള്ളവർ പറഞ്ഞേക്കാം, ഇവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, ഇവൻ ധനവാനാണ്, ഇവൻ സമ്പന്നനാണെന്നൊക്കെയും ഒരുപക്ഷെ ലോകപ്രകാരം പറഞ്ഞേക്കാം. എന്നാൽ ദൈവം നോക്കുമ്പോൾ നമ്മുടെ അവസ്ഥ ഈ ലോകത്ത് നാം സമ്പാദിച്ചതല്ല, പിന്നെയോ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവകൃപയിൽ നാം എത്രത്തോളം ആയിരിക്കുന്നു എന്നുള്ളതാണ് ദൈവം എപ്പോഴും നോക്കുന്നത്. തുടർന്ന് കർത്താവ് ഒരു ഉപമ അവിടെ പറയുകയാണ്. ഒരു ഉപമ അവരോട് പറഞ്ഞത്, ധനവാനായ ഒരു മനുഷ്യൻ്റെ ഭൂമി സമൃദ്ധിയായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ വിളവ് കൂട്ടിവെക്കുവാൻ സ്ഥലം തികയില്ലല്ലോ എന്ന് ഉള്ളിൽ പറഞ്ഞു. പിന്നെ അവൻ പറഞ്ഞത്, ഞാനിത് ചെയ്യും. എൻ്റെ കളപ്പുരകൾ പൊളിച്ച് വലുതായി പണിത് എൻ്റെ എല്ലാ വിളവും വസ്തുവകയും അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് അനേക വർഷങ്ങളിലേക്ക് ആവശ്യമായ വിഭവങ്ങൾ സ്വരൂപിച്ചു വച്ചിരിക്കുന്നു. ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. ഒരു മനുഷ്യൻ, അതും ധനവാനായ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ഭൂമി സമൃദ്ധിയായി വിളഞ്ഞു എന്ന് ആണ് കർത്താവ് ഈ ഉപമയിലൂടെ പറയുന്നത്. എന്നിട്ട് അവന് ലഭിച്ച ഈ വിളവ് അവൻ കൂട്ടിവെക്കുകയാണ്. അവൻ പറയുകയാണ്, എൻ്റെ വിളവ് കൂട്ടിവെക്കുവാൻ സ്ഥലം തികയില്ലല്ലോ. അതുപോലെയുള്ള സമൃദ്ധമായൊരു വിളവ് അവന് ലഭിക്കുകയാണ്. അതുകൊണ്ട് അവൻ്റെ കളപ്പുരകളൊക്കെയും പൊളിച്ച് വലുത് പണിത് എല്ലാം അവിടെ സംഭരിക്കുകയും വർഷങ്ങൾക്ക് ആവശ്യമാകുന്ന കാര്യങ്ങൾ സ്വരൂപിച്ച് വെക്കുക മാത്രമല്ല, ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നാ പറയും. അപ്പോൾ ഈ ലോകത്തിൻ്റെ സുഖങ്ങളെക്കുറിച്ച് ഒരു ചിന്ത മാത്രമാണ് ഈ മനുഷ്യനിൽ ഉണ്ടാകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. മാത്രമല്ല, ഈ മനുഷ്യൻ്റെ ഭൂമി സമൃദ്ധിയായി വിളഞ്ഞത് എങ്ങനെയാണ്? ഒരു ഭൂമി, പ്രത്യേകിച്ച് ഒരു കൃഷി,
അത് നല്ല റിസൾട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് സമൃദ്ധിയായ വിളവുണ്ടാകണമെങ്കിൽ അതിനാവശ്യമാകുന്ന കാലാവസ്ഥ ഉണ്ടാകണം. അപ്പോൾ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നത് ദൈവമാണ്. തക്ക സമയത്ത് മഴ ലഭിക്കണം, വെയിൽ ലഭിക്കണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും അനുയോജ്യമാകുന്നത് ലഭിച്ചെങ്കിൽ മാത്രമേ ആ ഭൂമിയിൽ സമൃദ്ധമായ വിളവ് ഉണ്ടാകുകയുള്ളൂ. നമുക്ക് വെള്ളം കൊണ്ടുവരാം, പക്ഷേ വെയിൽ കൊണ്ടുവരാൻ കഴിയുകയില്ല. അല്ലെങ്കിൽ വെയിലിന് പകരം തണുപ്പാണെങ്കിൽ ആ കൃഷി വിളയുകയില്ല, അവിടെ അത് വളരുകയില്ല, അതിന് നല്ല ഫലം തരികയുമില്ല. അപ്പോൾ കാലാവസ്ഥ സുപ്രധാനമായ ഒരു ഘടകമാണ് ഭൂമിയിൽ സമൃദ്ധിയായി വിളവ് ലഭിക്കുവാൻ തക്കോണം. അപ്പോൾ ഈ കാലാവസ്ഥ നൽകുന്ന ആരാണ്? ദൈവമാണ്. പക്ഷേ ഇവിടെ ഈ വ്യക്തി, ഈ ഉപമയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിട്ടും ദൈവം നൽകിയതാണെന്നുള്ളൊരു ചിന്തയും അവനില്ലാതെ അവൻ പറയുകയാണ്, ഞാനിത് സ്വരൂപിച്ചു വയ്ക്കും, എൻ്റെ കളപ്പുരകൾ പൊളിച്ച് വലുതായി പണിത് അവിടെ സ്വരൂപിച്ചു വയ്ക്കുക മാത്രമല്ല വർഷങ്ങളോളം തിന്നും കുടിച്ചും ആനന്ദിച്ചും ജീവിക്കുമെന്ന് അവൻ പറയുമ്പോൾ അവിടെ അവൻ ഈ ലോകത്തിൻ്റെ ചിന്തകൾ മാത്രമാണുള്ളത്. ദൈവം നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഒരു വാക്കുപോലും അവിടെ അവൻ പറയുന്നില്ല. ദൈവം നൽകിയതാണ്, അല്ലെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് കൂടി ഇപ്രകാരം ലഭിച്ചിരിക്കുന്ന ഈ വിളവ് പങ്കുവെക്കണമെന്നുള്ളൊരു ചിന്ത പോലും അവനിൽ നിന്നുണ്ടാകുന്നില്ല. ഞാൻ എന്ന് അവിടെ പറയണം, ഞാനിത് ചെയ്യും, എൻ്റെ കളപ്പുരകൾ പൊളിച്ച് വലുതായി പണിത് എൻ്റെ എല്ലാ വിളവും വസ്തുവകയും അതിൽ കൂട്ടിവെക്കും, എന്നിട്ട് എന്നോട് തന്നെ നിനക്ക് അനേക വർഷങ്ങളിലേക്ക് ആവശ്യമാകുന്ന വിഭവങ്ങൾ സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു, ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. അപ്പോൾ അവനോട് തന്നെ അവനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഞാൻ എന്നെ എന്ന് മാത്രം പറയുന്നൊരു സാഹചര്യം നമുക്കവിടെ കാണുവാൻ തക്കോണം കഴിയും. അതിൻ്റെ അർത്ഥം അവന് ഈ ലോകത്ത് സുഖിക്കണം, ആനന്ദിക്കണം, സന്തോഷിക്കണം, അവന് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ അവന് അത് അനുഗ്രഹമായി തീരണമെന്നൊരു ചിന്ത മാത്രമേ, സ്വാർത്ഥതയുടെ ഒരു ശബ്ദമാണ് ഈ മനുഷ്യനിൽ നിന്ന് നാം കേൾക്കുന്നത്. തുടർന്ന് കർത്താവ് പറയുകയാണ്, ദൈവമോ അവനോട്, പോഷ, ഈ രാത്രിയിൽ നിൻ്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് അരുളി ചെയ്തു. അപ്പോൾ അവന് വളരെയധികം ആയുസ്സുണ്ട്, വർഷങ്ങളോളം ഇതിൽ നിന്ന് ലഭിച്ച വിളവുകൾ അവൻ ആസ്വദിച്ച്, അവൻ ആനന്ദിച്ച്, സന്തോഷിച്ച്, അത് അനുഭവിച്ച് ജീവിക്കുമെന്ന് പറയുമ്പോൾ ദൈവം പറയുകയാണ്, കർത്താവ് പറയുകയാണ്, പോഷ, ഈ രാത്രിയിൽ നിൻ്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ആയുസ് ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ദൈവം തരുന്ന ആരോഗ്യവും ദൈവം തരുന്ന ആയുസ്സും നാം എങ്ങനെ ഉപയുക്തമാക്കുന്നു? നാം ഈ ലോകത്ത് നമുക്ക് വേണ്ടി മാത്രമാണോ നാം ജീവിക്കുന്നത്? തുറന്ന് കർത്താവ് പറയുകയാണ്, ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെയാകുന്നു. ദൈവവിഷയമായി സമ്പന്നനാകാതെ ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന വ്യക്തികൾ, ലോകത്തിൽ സുഖിക്കുവാനും ആനന്ദിക്കുവാനും കുടിക്കുവാനും സന്തോഷിക്കുവാനും മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളുടെ കാര്യം ഇപ്രകാരമാകുന്നു എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ധനികനായ ഈ മനുഷ്യൻ്റെ ജീവിതം ഒരു ഉപമയായി കർത്താവ് പറഞ്ഞുകൊണ്ട് തൻ്റെ സഹോദരനുമായി അവകാശം പങ്കുവയ്ക്കുവാൻ വന്ന വ്യക്തിയെ ഈ ലോകത്തിൻ്റെ ഇതാകുന്ന ധനസമൃദ്ധിയേക്കാൾ ഉപരിയായി സ്വർഗത്തിലൊരു നിക്ഷേപമുണ്ടാകണം എന്നവനെ ഉദ്ബോധിപ്പിക്കുന്ന തിരുവചനമാണ് നമുക്കിവിടെ കാണുവാൻ തക്കോണം കഴിയുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നാം കാണുന്നുണ്ട്, കൊരിന്ത്യൻസ് 1-ാം ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ തിരുവചനം, നിന്നെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് ആര്? ലഭിച്ചതല്ലാതെ നിനക്ക് എന്താണുള്ളത്? ലഭിച്ചതാണെങ്കിൽ ലഭിച്ചതല്ലാത്തതുപോലെ പ്രശംസിക്കുന്നത് എന്തിന്? കൊരിന്ത്യർ സഭ ദൈവകൃപയിൽ ആയിത്തീർന്നപ്പോൾ ദൈവം അവർക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നതായിട്ട് നാം കാണുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ച ആ വ്യക്തികൾ കാലങ്ങൾ കഴിയുമ്പോൾ അഹങ്കരിക്കുന്ന, അവർക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് അഹങ്കരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നാം അതിൻ്റെ തൊട്ട് മുമ്പുള്ള തിരുവചനത്തിൽ വായിക്കണം, സഹോദരന്മാരെ, ഇത്
ഞാൻ എന്നെയും അപ്പൊല്ലോസിനെയും കുറിച്ച് പറഞ്ഞത് നിങ്ങളുടെ പ്രയോജനത്തിന് വേണ്ടിയാണ്, എഴുതിയിരിക്കുന്നതിനപ്പുറം വിചാരിക്കരുതെന്നും ആരും ഒരുവൻ അനുകൂലമായി നിന്ന് മറ്റൊരുവനെ അഹങ്കരിക്കരുതെന്നും ഞങ്ങളിൽ നിന്ന് പഠിക്കേണ്ടതിന് തന്നെ. അപ്പോൾ ജീവിതത്തിൽ നന്മകൾ ലോകപ്രകാരം നമുക്ക് ലഭ്യമായി കഴിയുമ്പോൾ ഹൃദയത്തിൽ അഹങ്കാരം കടന്നു വരികയാണ്. ആ ധനസമൃദ്ധി പലപ്പോഴും വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിലെ എളിമ നഷ്ടപ്പെട്ട് അഹങ്കാരം അവരുടെ ജീവിതത്തിൽ കടന്നു വരും. പിശാച് ഉപയോഗിക്കുന്നൊരു വലിയ ആയുധമാണ് ഈ ലോകത്തിൻ്റെ ധനം നൽകുന്ന, ലോകത്തിൻ്റെ പ്രശംസ നൽകിക്കൊണ്ട് ദൈവകൃപയിൽ നിന്ന് ഒരു വ്യക്തിയെ അകറ്റുവാൻ എപ്പോഴും അവൻ പരിശ്രമിക്കും. അതുകൊണ്ടാണ് കർത്താവ് വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്നത്, സകലവിധ ദ്രവ്യാഗ്രഹത്തിനുമെതിരെ ജാഗ്രതയുള്ളവരായിരിക്കുവിൻ. അപ്പോൾ ഇത് കൊണ്ടുവരുന്നത് പിശാചാണ്. പിശാച് പലപ്പോഴും നമ്മുടെ ബലഹീനതകളെ അവൻ ചൂഷണം ചെയ്യും. ലോകത്തിൻ്റെ സുഖങ്ങളും മോഹങ്ങളും നൽകിക്കൊണ്ട്, അത് വാഗ്ദാനം ചെയ്തുകൊണ്ട് ദൈവകൃപയിൽ നിന്ന് നമ്മെ അകറ്റുവാൻ അവൻ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ജാഗ്രതയുള്ളവരായിരിക്കുവിൻ. ഇവിടെ ഈ കൊരിന്ത്യ സഭയോട് പൗലോസ് പറയുകയാണ്, നിന്നെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കിയത് ആര്? ലഭിച്ചതല്ലാതെ നിനക്ക് എന്താണുള്ളത്? ലഭിച്ചതാണെങ്കിൽ ലഭിച്ചതല്ലാത്തതുപോലെ പ്രശംസിക്കുന്നത് എന്തിന്? അപ്പോൾ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ഓരോ വ്യക്തിക്കും ദൈവം നൽകും. മുന്നമേ എൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതുവഴി സകലതും കൂട്ടിച്ചേർക്കാമെന്ന് അരുളി ചെയ്ത കർത്താവിൻ്റെ വാഗ്ദത്തം ഈ ലോകത്ത് ദൈവത്തെ അറിഞ്ഞും ദൈവത്തെ ഭയപ്പെട്ടും ദൈവനാമ മഹത്വത്തിനു വേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ ദൈവം അനുഗ്രഹിക്കും. പക്ഷേ ഈ അനുഗ്രഹങ്ങളിൽ നാം ആനന്ദിച്ചും അതിൽ പ്രശംസിച്ചും ദൈവത്തിന് മഹത്വം കൊടുക്കാതെ നാം ജീവിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുതെന്നുകൂടി ഈ തിരുവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. എന്നിട്ട് തുറന്ന പൗലോസ് പറയുന്നു, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം, എത്ര ക്ഷണത്തിൽ നിങ്ങൾ നിറഞ്ഞിരിക്കുന്നു, എത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നരായിരിക്കുന്നു. ഞങ്ങളെ കൂടാതെ നിങ്ങൾ രാജാക്കന്മാരുമായി. അയ്യോ, നിങ്ങളോടുകൂടെ ഞങ്ങളും വാഴേണ്ടതിന് നിങ്ങൾ യഥാർത്ഥത്തിൽ രാജാക്കന്മാർ ആയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പോൾ ഇന്ന് ഒരു രാജാവിനെ പോലെയുള്ള അനുഗ്രഹങ്ങളും നന്മകളും ദൈവം നിങ്ങൾക്ക് നൽകിക്കഴിയുമ്പോൾ നിങ്ങൾ ദൈവം നൽകിയതാണെന്ന് ചിന്തിക്കാതെ നിങ്ങൾ അഹങ്കരിക്കുകയാണ്. നിങ്ങളുടെ ഈ അഹങ്കാരം ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് നിങ്ങളെ അകറ്റും. നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ രാജാക്കന്മാരെ പോലെയാണ്. എന്നാൽ രാജാവാണോ? അല്ല. കാരണം അതുകൊണ്ടാണ് പൗലോസ് ഓർപ്പിക്കുന്നത്, ഞങ്ങളെ കൂടാതെ നിങ്ങൾ രാജാക്കന്മാരുമായി. അയ്യോ, നിങ്ങളോട് കൂടെ ഞങ്ങളും വാഴേണ്ടതിന് നിങ്ങൾ യഥാർത്ഥത്തിൽ രാജാക്കന്മാരായിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. തുറന്നു പറയുകയാണ്, ഞങ്ങൾ ലോകത്തിന് ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കുന്നതിനാൽ ദൈവ അപ്പോസ്തലന്മാരായ ഞങ്ങളെ അന്ത്യത്തിലായി മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ നിർത്തിയിരിക്കുന്നുവെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ ക്രിസ്തു നിമിത്തം പോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ, ഞങ്ങൾ ബലഹീനർ, നിങ്ങൾ ബലവാന്മാർ, നിങ്ങൾ ആദരണീയർ, ഞങ്ങൾ അപമാനിതർ. കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അപമാനിതരും ഒറ്റപ്പെടുന്നവരൊക്കെയും ആകാം. പക്ഷേ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടാകും. മറിച്ച് ഈ ലോകത്തിൻ്റെ സുഖങ്ങളിലും ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണെന്ന് ചിന്തിക്കാതെ മുമ്പോട്ട് പോകുന്ന ഓരോ വ്യക്തിയുടെയും അവസ്ഥയെക്കുറിച്ചാണ് കർത്താവ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ ധനികനായ മനുഷ്യൻ്റെ ഭൂമി സമൃദ്ധിയായി വിളഞ്ഞപ്പോൾ അവനിലുണ്ടായ അവൻ്റെ ചിന്തകളും അവനിലുണ്ടായ അവസ്ഥയെക്കുറിച്ച് കർത്താവ് ഓർമ്മപ്പെടുത്തുക മാത്രമല്ല, കർത്താവ് പറയുകയാണ്, ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി നിക്ഷേപിക്കുന്നവൻ്റെയൊക്കെയും കാര്യം ഇങ്ങനെയാകുന്നു. അപ്പോൾ ദൈവവിഷയത്തിൽ സമ്പന്നരാകുക എന്ന് പറയുമ്പോൾ ദൈവവചനം വായിക്കുകയും പഠിക്കുകയും എന്നതിനേക്കാൾ ഉപരിയായി യേശു എന്താണ് നമ്മളിൽ ഈ ലോകത്ത് നമ്മെ ആക്കിയിരിക്കുമ്പോൾ നമ്മളിലൂടെ ആഗ്രഹിക്കുന്നത്, യേശുവിൻ്റെ നാമമഹത്വത്തിനുമായിട്ട് എന്ത് എനിക്ക് നിങ്ങൾക്കും ചെയ്യുവാൻ കഴിയുന്നു, അവനെ മറ്റുള്ളവർക്ക് നൽകുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അങ്ങനെ നാം ചെയ്യുമ്പോഴാണ് ദൈവവിഷയത്തിൽ നാം സമ്പന്നരായിത്തീരുന്നത്. നമ്മുടെ ലക്ഷ്യം ഈ ലോകത്തിലല്ല, ഈ ലോകത്തിൽ സമ്പത്ത് നേടുകയല്ല, ഈ ലോകത്തിൽ മറ്റുള്ളവരുടെ പ്രശംസ നേടുകയല്ല. ഇതിനപ്പുറമായ ഒരു ലോകത്തിനു വേണ്ടി ആ ലോകത്തിലെത്തുവാനുള്ള ഒരു പരിശ്രമമാണ് നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും നാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും ആത്മീയ ജീവിതത്തിൽ ഇതുപോലെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട്
ദൈവകൃപയിലായിരിക്കുന്ന വ്യക്തികൾ ദൈവാനുഗ്രഹങ്ങൾ പ്രാപിച്ച് മുമ്പോട്ട് പോകുമ്പോൾ പലപ്പോഴും നാം അറിയാതെ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോകുവാൻ തക്കോണം, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം മാറി നമ്മെ മറ്റ് തലങ്ങളിലേക്ക് നയിക്കുവാൻ പിശാച് എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, സകല ദ്രവ്യാഗ്രഹത്തിനുമെതിരെ ജാഗ്രതയുള്ളവരായിരിക്കുവിൻ. ദ്രവ്യാഗ്രഹം, ഈ ലോകത്തിൻ്റേതാകുന്ന സമ്പത്ത്, ലോകത്തിൻ്റേതാകുന്ന മോടി, ലോകത്തിൻ്റെ പ്രസക്തി, ഈ ലോകത്തിൻ്റേതാകുന്ന ലക്ഷ്യത്തിൽ മുമ്പോട്ട് പോകുന്നൊരു വ്യക്തി ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് എന്നേക്കുമായി അന്യപ്പെട്ടു പോകും എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ ഇന്ന് നാം ഏതവസ്ഥയിലായിരിക്കുന്നു എന്ന് അറിയണമെങ്കിൽ ചില ടെസ്റ്റ് നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടിയിരിക്കുന്നു. ഒന്ന്, നാം ഇന്ന് ദൈവത്തെക്കാൾ ഉപരിയായി പണത്തെ സ്നേഹിക്കുന്നവരാണോ? ദൈവത്തിന് പരമപ്രധാന സ്ഥാനം നൽകാതെ ഈ ലോകത്തിൻ്റെ ധനത്തിനു വേണ്ടി പരിശ്രമിക്കുന്നവരാണോ? ഒന്നും രണ്ടും ജോലി ചെയ്ത്, അല്ലെങ്കിൽ കഠിനാധ്വാനം, ബിസിനസ് ആണെങ്കിൽ അപ്രകാരമൊക്കെയും ചെയ്ത് പണമുണ്ടാക്കുക എന്നുള്ള ഒരേ ലക്ഷ്യത്തോടു കൂടി ജീവിക്കുന്നവരാണോ എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. രണ്ട്, നാം മറ്റുള്ളവരുമായി നമ്മെ താരതമ്യപ്പെടുത്താറുണ്ടോ? മറ്റുള്ളവർക്ക് പണമുണ്ട്, അവർക്ക് വലിയ വീടുണ്ട്, വലിയ നല്ല കാറുകളുണ്ട്, അങ്ങനെ മറ്റുള്ള വ്യക്തികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് കുറവാണ്, നമുക്കില്ല എന്നുള്ളൊരു ചിന്ത നമ്മളിൽ ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? ഇന്ന് ദ്രവ്യാഗ്രഹമുള്ളവരാണ് നാം, മറ്റുള്ളവരെ പോലെ ആകുവാൻ ആഗ്രഹിക്കുന്നവരാണ്. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള നന്മകൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നതിന് പകരം ഇല്ലായ്മയെക്കുറിച്ച്, മറ്റുള്ളവർക്ക് ഉണ്ട് എനിക്കില്ല എന്നുള്ള ചിന്തയിൽ അപ്രകാരം നേടുവാൻ തക്കവണ്ണം ഒരു പരിശ്രമം നമ്മളിൽ ഉണ്ടാവുകയാണ്. തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. മോഹമാണ് ഒരു പാപത്തിലേക്ക് ഒരു മനുഷ്യനെ നയിക്കുന്നത്. മോഹമെന്ന് പറയുമ്പോൾ അന്യനുള്ളതുപോലെ ഒക്കെയും നേടുവാനുള്ള ആഗ്രഹം, അതിനുള്ള പരിശ്രമം, അത് പാപത്തെ പ്രസവിക്കുന്നു എന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. എന്നിട്ട് ആ പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നാം പലതും നേടാൻ തക്കവണ്ണം ന്യായമായ വഴിയിലൂടെ അല്ലാതെ സഞ്ചരിച്ച് അത് നേടുമ്പോൾ നാം പാപം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. എന്നിട്ടും അനുതപിക്കാതെ, ആ ചെയ്തു പോയ പാപത്തെക്കുറിച്ച് അനുതപിക്കാതെ നാം മുമ്പോട്ട് പോകുമ്പോൾ അതിൻ്റെ അവസാനം മരണത്തിലേക്ക് നയിക്കപ്പെടുകയാണ്. ആത്മീയമായ മരണം, ജീവനിലേക്ക് പ്രവേശിക്കാത്ത സാഹചര്യം. അതുകൊണ്ടാണ് കർത്താവ് ഇവിടെ ഈ ധനികനായ വ്യക്തിയെ ഓർപ്പിക്കുന്നത്, സകലവിധ ദ്രവ്യാഗ്രഹത്തിനുമെതിരെ ജാഗ്രതയുള്ളവരായിരിക്കുന്നു. ഒരുവൻ്റെ ധനസമൃദ്ധിയല്ല അവന് ജീവന് ആധാരമായിട്ടുള്ളത്. നിത്യജീവന് ആധാരമായിട്ടുള്ളത് ഈ ലോകത്തിൻ്റെ ധനസമൃദ്ധിയല്ല, പിന്നെയോ ദൈവവിഷയത്തിൽ നാം സമ്പന്നരാകുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവവിഷയത്തിൽ എത്രത്തോളം നമുക്ക് സമ്പന്നരാകുവാൻ കഴിയുന്നുണ്ട്, ദൈവത്തിൻ്റെ നാമമഹത്വത്തിനു വേണ്ടി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ദൈവത്തിന് മഹത്വം കൊടുക്കുവാനും നമുക്ക് എത്രത്തോളം കഴിയാറുണ്ട്. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണെന്ന് ചിന്തിപ്പാൻ നമുക്ക് കഴിയാറുണ്ടോ? കൊരിന്ത്യർ സഭയിലോട് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ അവർക്ക് ലഭിച്ചത് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കിയത് ആര് എന്ന് പറയുമ്പോൾ, ദൈവമാണ് നമ്മെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. ദൈവമാണ് നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടം. ദൈവം നൽകിയതല്ലാതെ നമുക്ക് ഒന്നുമില്ല. അപ്പോൾ ഒന്നിലും നാം പുകഴരുത്, ഒന്നിലും നാം നമ്മെ തന്നെ അഹങ്കരിക്കരുത്. എളിമയുള്ളവരായി ദൈവത്തിൻ്റെ ദാനമാണെന്ന് ഒരു വലിയ ചിന്ത നമ്മളിൽ എപ്പോഴും ഉണ്ടാകുകയും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ദൈവനാമ മഹത്വത്തിനു വേണ്ടി എവിടെയും ദൈവത്തിന് മഹത്വം നൽകുവാൻ ഒരു വലിയ ആഗ്രഹം നമ്മളിൽ ഉണ്ടാകുകയും ചെയ്യുമ്പോഴാണ് ആ വലിയ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുവാൻ തൊക്കെ നമുക്ക് കഴിയുന്നതെന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം, മൂന്നാമത്, നമുക്കുള്ളത് കൊണ്ട് നാം ഇന്ന് സംതൃപ്തരാണോ? അനേക നന്മകൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്, എന്നാൽ അതിൽ എത്രത്തോളം നമുക്ക് സംതൃപ്തിയുണ്ട്? നമുക്ക് എത്ര ലഭിച്ചാലും സംതൃപ്തിയില്ലാത്തൊരവസ്ഥ, പിറുപിറുപ്പും പരാതിയും, നമുക്ക് ലഭിച്ച വിഹിതം ഒരുപക്ഷെ മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ച വിധം പോരാ എന്നുള്ള ഒരു പരാതിയുമായിട്ടാണ് നാം ഇന്ന് ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ലക്ഷ്യം മറിച്ചാണ്. ഈ ലോകത്തിൻ്റേതാകുന്ന ധനത്തിലാണ് നമ്മുടെ ലക്ഷ്യമെന്ന്
നാം മനസ്സിലാക്കുക. മറ്റൊരു കാര്യം, ദൈവത്തിൻ്റെ രാജ്യത്തേക്കാൾ ഉപരിയായി നമ്മുടെ ചിന്തകൾ ഈ ലോകത്തിൻ്റെ വസ്തുവകകളിലാണ്. നാം പലതും നേടുവാൻ, കൂടുതൽ സ്ഥലം വാങ്ങുവാൻ, വലിയ ഭവനം പണിയുവാൻ, ഇതൊക്കെയും ആവശ്യമാണ്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി, ഉള്ളതിനേക്കാൾ അധികമായി അതിനു വേണ്ടി മാത്രം ശ്രദ്ധ വെച്ചുകൊണ്ട് ജീവിക്കുന്നൊരു സാഹചര്യമാണോ നമ്മളിലുള്ളതെന്ന് നാം പരിശോധിക്കുക. അങ്ങനെയെങ്കിൽ ഈ വ്യക്തി കർത്താവിൻ്റെ സന്നിധി കടന്നു വന്നപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞതുപോലെ തന്നെ നമ്മോട് ഓരോരുത്തരും ചോദിക്കുകയാണ്, നമ്മോട് പറയുകയാണ്, എന്താണ്? സകല ദ്രവ്യാഗ്രഹത്തിനുമെതിരെ ജാഗ്രതയുള്ളവരായിരിക്കുവിൻ. നാം അറിയാതെ പിശാച് നമ്മളെ ദൈവത്തിൻ്റെ കൃപയിൽ നിന്നും അകറ്റുന്ന ഒരു വലിയ പാവമാണ് ദ്രവ്യാഗ്രഹം. അത് പിശാച് എന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ തന്ത്രമാണ്. അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, ഈ ആത്മീയ യാത്രയിൽ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ലോകത്തിൻ്റെ വസ്തുവകൾ ലക്ഷ്യമാക്കിക്കൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനുള്ള സാധ്യത വളരെ ഉണ്ട്. അതുകൊണ്ടാണ് ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ അനായാസം ഒട്ടകം ഒരു സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാണെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. കാരണം ധനസമൃദ്ധി പലപ്പോഴും ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റും. ധനമുള്ളത് പാപമാണെന്നൊരിക്കലും തിരുവചനത്തെ നമ്മെ പഠിപ്പിക്കുന്നില്ല. കാരണം നാം ഗോത്രപിതാക്കന്മാരെ നോക്കുമ്പോൾ അബ്രഹാമിനെയും ഇസാക്കിനെയും യാക്കോബിനെയും തുടർന്ന് ദാവീദിനെയൊക്കെയും നാം നോക്കുമ്പോൾ അവരൊക്കെയും വലിയ സമ്പന്നന്മാരായിരുന്നു നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ അവർക്കെപ്പോഴും ദൈവമാണത് നൽകിയെന്നുള്ളൊരു ചിന്ത അവരിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ആ സമ്പത്തൊരിക്കലും ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ അവരെ അനുവദിച്ചിരുന്നില്ല. അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ സമ്പത്തൊരിക്കലും ദൈവത്തോടടുക്കുവാനോ ദൈവത്തോട് ചേർന്ന് നടക്കുവാനോ ഒരു തടസ്സമാകാതെ, സമ്പത്ത് ലക്ഷ്യമാക്കാതെ, സമ്പത്തിനേക്കാൾ ഉപരിയായി ദൈവരാജ്യത്തിനു വേണ്ടി ചിന്തിക്കുന്നവരായി, ദൈവവിഷയത്തിൽ സമ്പന്നരായി മുമ്പോട്ട് പോകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.